ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ദോശയും പൂരിയൊക്കെ ചുട്ടും അടുത്ത് കാണും. സ്വാഭാവികമായിട്ടും മിക്ക വീടുകളിലും ബ്രേക്ക്ഫാസ്റ്റ് ദോശ തന്നെയാണ്. ഇത് കഴിക്കുന്ന മക്കൾക്കും വീട്ടിലുള്ളവർക്കും മടുത്തു കാണുമല്ലോ. അപ്പോൾ അവർക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്താലോ. ആണെങ്കിൽ ദോശ ചുട്ട് സമയം കളയേണ്ടതുമില്ല. ഞാനിന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കൽത്തപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് പച്ചരി തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിരാനിടുന്നതാണ്. ഞാനിതൊരു 3-4 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ശേഷം ഒരു ജ്യൂസ് ജാറിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ, അരമുറി സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഫൈനായി അരച്ചെടുത്തിട്ട് വരാം. ഈ ടൈം നമുക്ക് ഇതുപോലുള്ളൊരു നോൺ സ്റ്റിക് പാത്രമാണ് വേണ്ടത്. ഈ പാത്രം ചൂടാകാൻ വെച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ആക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റ് വെളിച്ചെണ്ണക്കാണ് കേട്ടോ. ഇനി ഈ ഓയിലിലേക്ക് ഒരു ചെറിയ സവാള നൈസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മാവ് തരികളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി പൊരിഞ്ഞു വരുമ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൈം ഫ്ലെയിം ലോ ആക്കി വെക്കണം. ശേഷം ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 30 to 45 മിനിറ്റ് ആണ് കേട്ടോ വെക്കേണ്ടത്. ഞാനിവിടെ 30 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കത്തി കൊണ്ടൊന്ന് കുത്തി നോക്കിയിരുന്നു. ചെറുതായി ഒന്ന് വേകാനുണ്ട്. വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വന്നിട്ടുണ്ടായിരുന്നു. കത്തി കൊണ്ട് ഞാൻ വീണ്ടും കുത്തി നോക്കി. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് ഇവിടെ 45 മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പാനിൽ പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതേ പാനിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ 2 ഭാഗം നല്ലപോലെ തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ മൊരിഞ്ഞ ഭാഗം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. കൽത്തപ്പം നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് നന്നായി തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. എന്നാലേ നമുക്കിത് പൊട്ടാതെ നല്ല ഷേപ്പിൽ കിട്ടുകയുള്ളൂ. അപ്പൊ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കട്ട് ചെയ്ത് കാണിക്കാം.
അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി രാവിലെ തന്നെ ദോശ ചുട്ട് സമയം കളയേണ്ടതില്ല. ഇതുപോലെ ആക്കി നോക്കൂ, ഏത് കറിയുടെ കൂടെയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി കറിയൊന്നും ഇല്ലെങ്കിലും നല്ല പാൽച്ചായ ആക്കി അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ആക്കാറുണ്ടോ? ആക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്